ഞാൻ നിരഞ്ജൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്. SRCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോളേജ് ഒരുമാതിരിപ്പെട്ട എല്ലാ കോളേജ് റാങ്കിങ്ങുകളിലും കൊമേഴ്സ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും വർഷങ്ങളായി അത് നിലനിർത്തി പോവുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അപ്പം ഈ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില സംശയങ്ങളും ഈ കോളേജിനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നോർത്ത് ക്യാമ്പസ് ഏരിയയിലാണ് SRCC സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ മോറിസ് നഗർ എന്നാണ് സ്ഥലപ്പേര്. ഡൽഹി യൂണിവേഴ്സിറ്റി ആർട്സ് ഫാക്കൽറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോളേജിലേക്ക് വരാൻ മെട്രോ മാർഗമുണ്ട്, ബസ് വഴി വരാൻ പറ്റും. അപ്പം ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ യെല്ലോ ലൈനിലുള്ള വിശ്വവിദ്യാലയ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഏകദേശം അടുത്തായി തന്നെ GTB നഗർ എന്ന് പറയുന്ന സ്റ്റേഷൻ, അതും യെല്ലോ ലൈനിൽ തന്നെയാണ്. ഇതാണ് കോളേജിന് ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. അതല്ലാതെ തന്നെ ബസ് സ്റ്റേഷനുകളെല്ലാം തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്, ബസ് സ്റ്റോപ്പുകളുണ്ട്. അപ്പം നിങ്ങൾ പുറത്തുനിന്നാണ് വരുന്നതെങ്കിലും ബസ് വഴിയും നിങ്ങൾക്ക് കോളേജിലേക്ക് എത്താവുന്നതാണ്. ഇനിയും ഏതൊക്കെ കോഴ്സുകളാണ് SRCC ഉള്ളതെന്ന് നോക്കാം. പ്രധാനമായും 4 കോഴ്സുകളാണ് SRCC പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് BCom ഓണേഴ്സ്, രണ്ടാമത്തേത് BA എക്കണോമിക്സ് ഓണേഴ്സ്, പിന്നുള്ളത് MCom, പിന്നുള്ളത് GBO എന്ന് പറയുന്ന SRCC എക്സ്ക്ലൂസീവായി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സ്. ഇതിൽ BCom ഓണേഴ്സും BA എക്കണോമിക്സ് ഓണേഴ്സും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളും, MCom ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും, പിന്നെ GBO എന്ന് പറയുന്നത് MBAക്ക് സമാനമായിട്ടുള്ള ഒരു കോഴ്സുമാണ്. ഇതിൽ BCom ഓണേഴ്സിന്റെയും BA എക്കണോമിക്സ് ഓണേഴ്സിന്റെയും പ്രോസസ്, അതായത് അഡ്മിഷൻ പ്രോസസ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സാധാരണഗതിയിലുള്ള പ്രോസസ് വഴി തന്നെയാണ് നടക്കുന്നത്. മറ്റേത് MComനുള്ള അഡ്മിഷൻ പ്രോസസ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ PG എൻട്രൻസ് വഴിയാണ് നടക്കുന്നത്. കോളേജിന്റെ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 30,000-ഓളം രൂപയാണ് ഒരു വർഷത്തെ ഫീസായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിലെ ഫീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ 15,000 രൂപയും, സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അടുത്ത ഗഡുവായ 15,000 ചേർത്ത് അങ്ങനെ 30,000 വരുന്നത്. സെക്കൻഡ് ഇയറിൽ പക്ഷേ ആദ്യം തന്നെ സെക്കൻഡ് ഇയർ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുമിച്ച് 30,000 രൂപ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ നിലവിലെ കോവിഡ് സാഹചര്യം പ്രമാണിച്ച് ഇപ്പം ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ കോളേജ് ഫീ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് എന്ന രീതിയിലേക്ക് ഒരു പുതിയ മോഡ് ഓഫ് പേയ്മെന്റ് കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഏകദേശം 9,800 രൂപ വെച്ചുള്ള 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. അടുത്ത വർഷത്തേക്കുള്ള ഫീസുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. SRCCയിൽ നിലവിലുള്ള കോളേജ് സൊസൈറ്റികളെ പറ്റിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏകദേശം 30ഓളം സൊസൈറ്റികളാണ് SRCCയിലുള്ളത്. അതിപ്പോൾ ഫാഷൻ സൊസൈറ്റി മുതൽ പ്ലേസ്മെന്റ് സെൽ വരെ പലതരത്തിലുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾ SRCCയിലുണ്ട്. അതിലിപ്പോൾ ആരോഹൺ, ഡ്രാമാറ്റിക് സൊസൈറ്റി, അതുപോലെ തന്നെ കലാക്ഷേത്ര, പനാഷ്, കഥാർസിസ് തുടങ്ങി ഇതൊക്കെ പാട്ട്, ഡാൻസ് തുടങ്ങിയവ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സൊസൈറ്റികളാണ്. ഇതോടൊപ്പം തന്നെ ഡിബേറ്റിംഗ് സൊസൈറ്റി, ക്വിസിംഗ് സൊസൈറ്റി, ഇനാക്ടസ് SRCC, പ്ലേസ്മെന്റ് സെൽ, അതുപോലെ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെൽ തുടങ്ങി ഒരുപാട് പല മേഖലകളിലായി വിഭജിച്ച് കിടക്കുന്ന പലതരത്തിലുള്ള സൊസൈറ്റികൾ SRCCയിലുണ്ട്. ഇതിലൊന്നും ചേരണമെന്നുള്ളത് യാതൊരു വിധത്തിലുള്ള കമ്പൽഷനും കോളേജ് പറയുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ സൊസൈറ്റിയിലും അംഗമാകാവുന്നതാണ്. എല്ലാ സൊസൈറ്റിയിലും മെമ്പർ ആവുന്നതിന് വേണ്ടി സൊസൈറ്റികളുടെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഇന്റർവ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഒരു ടെസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ടാസ്കോ ഒരു പ്രസന്റേഷനോ ഒക്കെ രൂപത്തിലായിരിക്കും. അത് അതാത് സൊസൈറ്റികളുടെ ക്യാബിനറ്റ് ആണ് തീരുമാനിക്കുന്നത്. കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സൊസൈറ്റിയിൽ പർട്ടിക്കുലറായി ചേരണമെന്നോ ചേരരുതെന്നോ അവർ നിർദ്ദേശിക്കുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് SRCCയിലെ മുഴുവൻ ക്ലാസ് റൂമുകളും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ അതോടൊപ്പം വളരെ ബുക്കുകളുടെ ശേഖരണമുള്ള ഒരു മികച്ച ലൈബ്രറി SRCCയിലുണ്ട്. ഈ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 നിലകളിലായി, അതും ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള 2 റീഡിംഗ് റൂമുകൾ 2 നിലകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയതായിട്ടൊരു ഓഡിറ്റോറിയം അതിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലാണ്. പിന്നെ ബാക്കി ബേസിക് സൗകര്യങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ വൃത്തിയുള്ള വാഷ്റൂം, കോളേജിന്റെ പല ഭാഗങ്ങളിലായി കുടിവെള്ളത്തിനായി വാട്ടർ കൂളറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ സൗകര്യങ്ങളുള്ള നല്ലൊരു സെമിനാർ റൂമുണ്ട്. പിന്നെ പഠന പ്രവർത്തനങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബുകൾ 4 എണ്ണം, അതിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറോടുകൂടിയുള്ള 4 കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. ഇതോടൊപ്പം പറയേണ്ടതാണ് കോളേജിന്റെ ക്യാൻറ്റീൻ. കോളേജിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അതോടൊപ്പം നെസ്കഫയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ള ഇർഫാൻ ബൈയുടെ ഒരു സ്റ്റോളുമുണ്ട്. ഇതൊക്കെയാണ് കോളേജ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായി പറയാനുള്ളത്. SRCCയിലെ നോട്ടബിൾ അലുമിനിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട പേരാണ് അന്തരിച്ച മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ പേര്. അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വിജയ് ഗോയൽ, അതുപോലെ സുപ്രീം കോടതി ജഡ്ജിയും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്ന റോഹിംഗ്ടൺ F. നരിമാൻ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഇപ്പൊ യെസ് ബാങ്ക്, മാക്സ് പോലുള്ള സ്ഥാപനങ്ങളുടെ മേധാവികൾ, അത് മാത്രമല്ല ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന വൻകിട ബ്യൂറോക്രാറ്റ്സ്, അതുകൂടാതെ തന്നെ ലോകപ്രസിദ്ധമായ പല യൂണിവേഴ്സിറ്റികളിലെയും പ്രൊഫസർമാരും SRCC അലുമിനികളായിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള സിവിൽ സർവീസിന്റെ റാങ്ക് ലിസ്റ്റിലാണെങ്കിലും CA ആയിട്ടും ഒക്കെ പാസ്സായി വരുന്നവരാണെങ്കിലും ഒരുപാട് പേർ SRCCയിൽ പഠിച്ചിറങ്ങുന്നവരാണ്.
ക്യാമ്പസ് പ്ലേസ്മെന്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് സെൽ നമ്മുടെ കോളേജിലുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് പ്ലേസ്മെന്റ് സെല്ലിന്റെ ക്യാബിനറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ കമ്പനികളെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ സെക്ടറിൽ നിന്നുമുള്ള കമ്പനികൾ, ഇപ്പോൾ കൺസൾട്ടിംഗ്, ഫിനാൻസ് ആൻഡ് റിസർച്ച്, ടാക്സ് ആൻഡ് ഓഡിറ്റ്, പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് തുടങ്ങിയ എല്ലാ സെക്ടറുകളിലുമുള്ള വലിയ കമ്പനികൾ നമ്മുടെ കോളേജിൽ നിന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനായി വരാറുണ്ട്. ഇപ്പോൾ KPMG, ഡെലോയിറ്റ്, JP Morgan, DE പോലെയുള്ള, ടാറ്റ കൺസൾട്ടിംഗ് പോലെയുള്ള, സിറ്റി ബാങ്ക് പോലെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പനികൾ നമ്മുടെ കോളേജിൽ നിന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് വരാറുണ്ട്. മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ 32 ലക്ഷം രൂപയും 16 ലക്ഷം രൂപയും ഒക്കെ പാക്കേജായി വാങ്ങിച്ചുകൊണ്ട് പ്ലേസ്മെന്റ് നേടി പുറത്തു വരുന്ന SRIs ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ എഫിഷ്യന്റായി പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ്മെന്റ് സെൽ തന്നെയാണ് നമ്മുടെ കോളേജിലുള്ളത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് താമസ സൗകര്യത്തെ പറ്റിയുള്ളത്. ഇപ്പൊ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതോ പുറത്തെടുക്കണോ? അപ്പം കോളേജിൽ ഗേൾസ് ഹോസ്റ്റലും ഉണ്ട്, ബോയ്സ് ഹോസ്റ്റലും ഉണ്ട്. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പം എക്കണോമിക്സ് ഓണേഴ്സിന്റെയും BCom ഓണേഴ്സിന്റെയും അടിസ്ഥാനത്തിൽ ലിമിറ്റഡ് സീറ്റ്സിൽ നമുക്ക് അഡ്മിഷൻ, അത് പൂർണ്ണമായും മെറിറ്റ് ബേസ്ഡിലാണ്. നമ്മുടെ കോളേജിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ മെറിറ്റ് ബേസ്ഡിൽ കട്ട് ഓഫ് ഇട്ട് തന്നെയാണ് ഹോസ്റ്റലിലേക്കുമുള്ള അഡ്മിഷൻ വരുന്നത്. അതിൽ കോളേജിനകത്ത് തന്നെയാണ് ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നത്. അതിൽ ബോയ്സ് ഹോസ്റ്റലിന്റെ ഫീസ് ഏകദേശം 75,000 മുതൽ 80,000 വരെ വരും. അതിൽ 45,000-ഓളം രൂപ ആദ്യം ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയി പേ ചെയ്യേണ്ടതാണ്. ബാക്കി 3 ഇൻസ്റ്റാൾമെന്റുകളായി ഫുഡിന്റെ മെസ് ബില്ലാണ് അത് വരുന്നത്. ഗേൾസ് ഹോസ്റ്റലിന്റെ ഒരു ഏകദേശം 80,000 മുതൽ 90,000 വരെ ഗേൾസ് ഹോസ്റ്റലിന്റെ മെസ് ബില്ല് വരാറുണ്ട്. അപ്പം ഇതാണ് കോളേജിന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പക്ഷേ എല്ലാവർക്കും അവൈലബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള വിജയനഗർ, കമലാനഗർ, രൂപ്നഗർ, പിന്നെ ഹഡ്സൺ ലൈൻ തുടങ്ങിയവയെല്ലാം കോളേജിൽ നിന്നും 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണുള്ളത്. ഇവിടെയൊക്കെ അനേകം PGകളും അതോടൊപ്പം ഫ്ളാറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം സൗകര്യപ്രദം ഏകദേശം 5 മിനിറ്റ് മാത്രമേ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം നമുക്ക് നടന്നു പോകാൻ തന്നെ വേണ്ടി വരുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫ്ളാറ്റുകളിലും PGകളിലും ഒക്കെ താമസിക്കാവുന്നതാണ്. കൊമേഴ്സ് വിഭാഗത്തിലെ 1ാം സ്ഥാനം വളരെ വർഷങ്ങളായി നിലനിർത്തി പോകുന്ന വളരെ മികച്ചൊരു ക്യാമ്പസാണ് SRCC എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും കഴിവുള്ള കുട്ടികളാണ് നമ്മളോടൊപ്പം ഈ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സ്റ്റഡി സർക്കിൾ നമ്മളെ വളരെ നന്നായി മോൾഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ, പല സംസ്കാരത്തിൽ ജീവിക്കുന്ന, പല ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളോടൊപ്പമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പല കാഴ്ചപ്പാടുകളെയും നമ്മുടെ പേഴ്സണാലിറ്റിയും ഒക്കെ വളരെ നന്നായി മോൾഡ് ചെയ്യാൻ ഈ കോളേജിലെ അറ്റ്മോസ്ഫിയർ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വളരെ നല്ലൊരു മലയാളി ഗ്രൂപ്പും എപ്പോഴും SRCCയിൽ വരാറുണ്ട്. ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു വൈബ് വളരെ മികച്ചു തന്നെയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ SRCCയിലെ ഫാക്കൽറ്റി ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. പിന്നെ SRCCയെ പറ്റി പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രോസ് റോഡ്സും അതുപോലെ തന്നെ ബിസിനസ് കോൺക്ലേവ് എന്ന് പറയുന്ന 2 ആനുവൽ ഇവന്റുകൾ. ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത് ശങ്കർ മഹാദേവനെയും ഫർഹാൻ അക്തറിനെയും പോലെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കലാകാരന്മാർ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ആർട്സ് ഫെസ്റ്റ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തന്നെ നമ്പർ 1 ഫെസ്റ്റ് ആണ് ക്രോസ് റോഡ്സ്. അതോടൊപ്പം ബിസിനസ് കോൺക്ലേവ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ഫെസ്റ്റ് ആണ്. സുന്ദർ പിച്ചൈയും നരേന്ദ്രമോദിയും പോലെയുള്ള വളരെ വലിയ വ്യക്തികൾ, അണ്ണാ ഹസാരെ പോലെയുള്ള ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തികൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു സമ്മിറ്റ് ആണ് ബിസിനസ് കോൺക്ലേവ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് SRCCയിലെ കോളേജ് ലൈഫ്. അതുകൊണ്ട് തന്നെ വളരെ സംതൃപ്തി മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. SRCCയുമായി ബന്ധപ്പെടുന്ന കുറേയേറെ കാര്യങ്ങളിൽ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഇനിയുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറുകളിലോ താഴെ കമന്റ് ബോക്സിലോ ഒക്കെ ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി.